കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഈ സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്നത് മുബഷീർ ആയിരുന്നു. ഈ ഡെഡ് ബോഡി ആദ്യം കാണുന്നതും മുബഷീർ പി അക്ബറാണ്. അന്ന് അവിടെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് SP സുജിത് ദാസ് തുടർച്ചയായി മുബഷീറിനെ തന്നെ വിളിക്കുകയും ഈ ഡാൻസ് എഫിലെ അംഗങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന തിരക്കഥ അതേപോലെ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അതായത് SP സുജിത് ദാസും VV ബെന്നിയും CA ജോയ്വൻ ജോർജും അടക്കമുള്ള സംഘത്തിന് ആ കഥ അതേപോലെ പറഞ്ഞ കള്ളക്കഥ നമ്മളെ വിശ്വസിപ്പിക്കാൻ ഒരു അമിതോത്സാഹം കാട്ടി എന്നത് വ്യക്തമായിരുന്നില്ലേ? അവിടെ തന്നെ നമുക്ക് സംശയങ്ങൾ ജനിക്കുകയായിരുന്നില്ലേ മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, അത്തരത്തിൽ കേവലം ഒരു ലഹരി കേസായി ഒതുങ്ങിപ്പോയി മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് തൊട്ട് പിന്നാലെ പോവുകയും ഈ ഒരു വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്തില്ല എന്നൊരു ആത്മവിശ്വാസം സുജിത് ദാസിന് കൃത്യമായിട്ടുണ്ടായിരുന്നു. സുജിത് ദാസിന്റെ ബുദ്ധിയിലൂടെ ഉദിച്ച പ്ലാനിങ് തന്നെയായിരുന്നു അവരൊക്കെ തന്നെ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സംഭവം അറിഞ്ഞ് അവിടെ എത്തിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് വാഹനത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. താമർ ജുഫ്രിയുടെ ഒരു മൃതദേഹം കാണിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാവുന്നില്ല. ആശുപത്രി അധികൃതർക്ക് വളരെ കൃത്യമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ മരിച്ച താമർ ജുഫ്രിയുടെ ബന്ധുക്കളെയോ അയൽവാസികളെയോ ഒന്നും തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടില്ല. ചേതനയേറ്റ് കിടക്കുന്ന 26 വയസ്സുള്ള ഒരു യുവാവിന്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇത് അറിഞ്ഞ അവിടെ എത്തിയ പൊതുപ്രവർത്തകരെ പോലും അത് കാണിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മളെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇതിന്റെ ഔദ്യോഗിക വിവരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് SP സുജിത് ദാസിനെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതായത് ഇത് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. താനൂർ ദേവധാർ പാലത്തിന്റെ താഴെ നിന്നാണ് താമർ ജുഫ്രി അടങ്ങുന്ന 5 യുവാക്കളെ പുലർച്ചെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ് അദ്ദേഹം അബോധാവസ്ഥയിലാകുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേവലം ഒരു ലഹരി കേസായ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന ഇതിനു മുൻപും അത്തരത്തിൽ കേസുകളുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു യുവാവ് ലഹരി പദാർത്ഥം അമിതമായി ഉപയോഗിച്ചതുകൊണ്ട് സംഭവിച്ച ഒരു കേവലമായ സാധാരണ മരണം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കണ്ട സമയത്തും ഇതേ പ്രതികരണമാണ് സുജിത് ദാസ് ആവർത്തിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സംഭവത്തിലെ ദുരൂഹതകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാനിങ് ആ ഒരു ഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു സംഭവം ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടായ ഘട്ടത്തിൽ ഉൾപ്പെടെ പോലീസുമായി ബന്ധപ്പെട്ട ചില സോഴ്സുകൾ നമുക്ക് ലഭിക്കുന്ന വിവരം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവയൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം തന്നെയാണ്. കാരണം മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ആ CCTV ദൃശ്യങ്ങൾ SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിയിരുന്നു. അത് റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റിയിരുന്നു. അത് ഇത്തരത്തിൽ ഹാർഡ് ഡിസ്ക് പൂർത്തിയായതുകൊണ്ടാണെന്ന ഒരു അത്തരത്തിലുള്ളൊരു ഓപ്ഷനായിരുന്നു ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ എത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതത് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്നാൽ കൃത്യമായും SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവ ഓഗസ്റ്റ് 1-ാം തീയതി 10 മണിക്ക് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനിർണായകമായേക്കാവുന്ന ഒരു CCTV ദൃശ്യങ്ങൾ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു പറയേണ്ടി വരും എന്നുള്ളത്. എന്തായാലും ആ നിലയിലുള്ള ഓപ്പറേഷനിലൂടെ ഇവ പൂർണ്ണമായും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെയും താനൂർ DYSP ആയിരുന്ന ബെന്നിയുടെയും താനൂർ SHO ആയിരുന്ന ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ അവിടെ നടന്നത് എന്നുള്ളതാണ്. എന്നാൽ അവയൊക്കെ തന്നെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി സഹോദരൻ ഹാരിസ് ജിഫ്രിയുടെ പ്രതികരണം നമ്മൾ എടുക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല അവ നടത്തിയിരുന്നതെന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. മരിച്ച താമർ ജിഫ്രിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ സംശയങ്ങളിലേക്ക് ചൂണ്ടുവിരൽ വെക്കുന്നുണ്ട്. കൂടാതെ SP പറഞ്ഞതുപോലെ മുൻപ് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിന്റെ പശ്ചാത്തലം തന്റെ സഹോദരനായ താമർ ജിഫ്രിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഹാരിസ് ജിഫ്രി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സംഭവത്തിൽ നിരവധി ദുരൂഹതകളുണ്ടെന്ന് നമ്മളും തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ മരിച്ച താമർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തത് താനൂരിൽ നിന്നല്ല ചേളാരിൽ നിന്നാണ് തെളിയിക്കുന്ന സൈനുദ്ദീൻ, കെട്ടിടമായ സൈനുദ്ദീന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചതായിരുന്നു. അങ്ങനെയാണ് CBI-യിലേക്കും അന്വേഷണം എത്തുന്നത്. എന്തായാലും ഈ ഒരു 4 പ്രതികളുടെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ കുടുംബം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആദ്യഘട്ടം മുതൽ ഈ ഒരു വാർത്തയോടൊപ്പമുള്ള വാർത്താ സംഘം എന്ന നിലയിൽ മലപ്പുറം ബ്യൂറോയും ഇതിലെ ഉന്നതരുടെ പങ്കിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും CBI സംഘം എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. Meet the editors.